നമസ്കാരം. തീർത്ഥയാത്ര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. തീർത്ഥയാത്രയിൽ ഇന്ന് അതിപ്രധാനപ്പെട്ട ഒരു ചരിത്രപരമായിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ വിശേഷമാണ് പങ്കുവയ്ക്കുന്നത്. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിൽപ്പെട്ട തൊടുപുഴ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഇടവെട്ടി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. തൊടുപുഴ നഗരത്തിനോട് ചേർന്ന് കിടക്കുന്നതിനാൽ തൊടുപുഴ സന്ദർശിക്കുന്നവർക്ക് ഇവിടെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കാറുണ്ട്. ഹൈന്ദവ വിശ്വാസപ്രകാരം ത്രിമൂർത്തികളിൽ ഒരാളും ലോകരക്ഷകനും ചതുർബാഹുവുമായ ഭഗവാൻ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. എന്നാൽ ആരോഗ്യത്തിൻ്റെയും ഔഷധത്തിൻ്റെയും മൂർത്തിയായ ധന്വന്തരി ഭാവത്തോടു കൂടിയതും മഹാവിഷ്ണുവിൻ്റെ 9ാം അവതാരവുമായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിന് പ്രസിദ്ധി. പടിഞ്ഞാറോട്ട് ദർശനം നൽകുന്ന ഇടവെട്ടി ഭഗവാന് ഉപദേവതകളായി ഗണപതി, പരമശിവൻ, ദുർഗാ ഭഗവതി, സുബ്രഹ്മണ്യൻ, ശാസ്താവ്, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ് എന്നിവർക്കും പ്രത്യേക പ്രതിഷ്ഠകൾ അനുവദിച്ചിട്ടുണ്ട്. ഐതിഹ്യപ്രകാരം ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് ദ്വാപരയുഗത്തിൽ പഞ്ചപാണ്ഡവരിൽ 4ാമനായ നകുലനാണ്. കർക്കിടക മാസം 16-ാം തീയതി നടക്കുന്ന ഔഷധ സേവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം. 2006-2007 കാലത്ത് ഈ ക്ഷേത്രം കേരളമൊട്ടാകെ ശ്രദ്ധ നേടിയിരുന്നു. ചിക്കൻ ഗുനിയ രോഗം കേരളത്തിൽ ആഞ്ഞടിച്ച ഇക്കാലത്ത് ഇവിടെ ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ദേവന്റെ ധന്വന്തരി മൂർത്തി ഭാവത്തിൻ്റെ പ്രത്യേകതയായിട്ടാണ് പറയപ്പെടുന്നത്. തന്മൂലം കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ ദർശനത്തിനെത്താൻ തുടങ്ങി. അതുകൂടാതെ അഷ്ടമി, രോഹിണി, വിഷു, ദീപാവലി, തുലാമാസത്തിലെ ധന്വന്തരി ജയന്തി അഥവാ ധനത്രയോദശി, വൈകുണ്ഠ ഏകാദശി എന്നിവ ഇവിടുത്തെ പ്രധാന ആണ്ടുവിശേഷങ്ങളാണ്. ഏതാണ്ട് ഈ 2006-2007 കാലഘട്ടത്തിന് മുമ്പ് എൻ്റെ ഗുരുനാഥനോടൊപ്പം അവിടെ ദേവപ്രശ്നത്തിന് പോകാനുള്ള ഭാഗ്യമുണ്ടായി. അങ്ങനെയാണ് ഞാൻ ആ ക്ഷേത്രവുമായി ആദ്യമായിട്ട് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അഭീഷ്ടസിദ്ധി പൂജയാണ് മുഖ്യ വഴിപാട്. ബുധൻ, വ്യാഴം, ഞായർ എന്നീ ദിവസങ്ങൾ ഇവിടെ പ്രധാന ദിവസങ്ങളാണ്. നമുക്കിനി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഒന്ന് പരിചയപ്പെടാം. വനവാസകാലത്ത് പഞ്ചപാണ്ഡവർ പലതവണ ദക്ഷിണേന്ത്യയിൽ താമസിക്കുകയുണ്ടായിട്ടുണ്ട്. അക്കാലത്ത് അവർ ഇന്നത്തെ തൊടുപുഴ പട്ടണത്തിൻ്റെ പരിസരങ്ങളിലും വരികയും തമ്പടിക്കുകയും ഉണ്ടായി. അക്കാലത്ത് അവർ ഓരോരുത്തരും തങ്ങളുടേതായ വിഷ്ണു വിഗ്രഹങ്ങൾ ആരാധിച്ചു പോന്നിരുന്നു. പിന്നീട് ഏറെക്കാലത്തിന് ശേഷം അവ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വീണ്ടെടുക്കുകയും അതാത് സ്ഥലങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും ഉണ്ടായി. പാണ്ഡവരിൽ മൂത്തവനായ യുധിഷ്ഠിരൻ പൂജിച്ചിരുന്ന വിഗ്രഹം തൊടുപുഴയിലും, രണ്ടാമനായ ഭീമസേനൻ പൂജിച്ചിരുന്ന വിഗ്രഹം കോലാനിയിലും, മൂന്നാമനായ അർജുനൻ പൂജിച്ചിരുന്ന വിഗ്രഹം മുട്ടത്തും, 4ാമനായ നകുലൻ പൂജിച്ചിരുന്ന വിഗ്രഹം ഇടവെട്ടിയിലും, 5ാമനായ സഹദേവൻ പൂജിച്ചിരുന്ന വിഗ്രഹം പെരുമ്പള്ളിച്ചിറയിലും പ്രതിഷ്ഠിച്ചു. ഇവയിൽ ആദ്യത്തെ 3 വിഗ്രഹങ്ങളും കിഴക്കോട്ടും അവസാനത്തെ 2 വിഗ്രഹങ്ങൾ പടിഞ്ഞാറോട്ടും ദർശനം കൊടുത്താണ് പ്രതിഷ്ഠിച്ചത്. 5ഇടത്തും പ്രതിഷ്ഠ യഥാർത്ഥത്തിൽ മഹാവിഷ്ണു തന്നെയാണ്. എന്നാൽ പാണ്ഡവർ പ്രതിഷ്ഠിച്ചതുകൊണ്ടാകണം എല്ലാം ശ്രീകൃഷ്ണ സങ്കല്പത്തിലായി എന്ന് മാത്രം. അവയിൽ സ്വർഗത്തിലെ വൈദ്യന്മാരായ അശ്വിനി ദേവന്മാരുടെ പുത്രനായ നകുലൻ പ്രതിഷ്ഠിച്ചതുകൊണ്ട് ഇടവെട്ടിയിലെ ഭഗവാനിൽ ധന്വന്തരി ഭാവവും കലർന്നു. ഇപ്പോൾ ഈ 5 ക്ഷേത്രങ്ങളെയും ചേർത്തുകൊണ്ട് ഒരു യാത്ര ആരംഭിച്ചിട്ടുണ്ട്. പഞ്ചപാണ്ഡവീയ ക്ഷേത്ര സങ്കല്പം ഇടുക്കി ജില്ലയിലും ഉണ്ട്. ചെങ്ങന്നൂരും പരിസര പ്രദേശങ്ങളിലുമായി ആലപ്പുഴ ജില്ലയിലും ഇത്തരത്തിൽ പഞ്ചപാണ്ഡവീയ ക്ഷേത്രമുണ്ട്. അവിടെയൊക്കെ തീർത്ഥാടനം നടക്കുന്നുണ്ട്. പഞ്ചപാണ്ഡവീയ മഹാസത്രം എല്ലാ വർഷവും ഇവിടെ നടക്കാറുണ്ട്. നമ്മളുടെ ചാനലിൽ ആ ക്ഷേത്രങ്ങളെക്കുറിച്ച് ഉള്ള വീഡിയോകളുണ്ട്. ഏതാനും വീഡിയോകൾ കൂടി അതിനകത്ത് പൂർത്തീകരിക്കാനായിട്ടുണ്ട്. അത് അടുത്ത മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ തീർച്ചയായിട്ടും ആ വീഡിയോകൾ ഉണ്ടാകും. ഇടവെട്ടി ദേശത്തിൻ്റെ ഒത്ത നടുക്കാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറോട്ടാണ് ക്ഷേത്രത്തിൻ്റെ ദർശനം. വില്ലേജ് ഓഫീസ്, ആയുഷ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, കുടുംബശ്രീ CDS കേന്ദ്രം തുടങ്ങിയ സൗകര്യങ്ങൾ ക്ഷേത്രത്തിൻ്റെ പല ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ഭഗവാന്റെ ക്ഷേത്രക്കുളവും നാട്ടിലെ പ്രധാന ജലാശയവുമായ ഇടവെട്ടിച്ചിറ ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിൽ സ്ഥിതി ചെയ്യുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പ്രത്യേക പരാമർശമുണ്ട്. തൊടുപുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം നകുലൻ പ്രതിഷ്ഠിച്ച ഒരു അത്ഭുത ക്ഷേത്രം തന്നെയാണ്. ഇടവെട്ടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ ചരിത്രം കേട്ടാൽ വിസ്മയിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെയാണ്.
40 വർഷം മുമ്പ് നടന്ന ദേവപ്രശ്നത്തിൽ വെളിപ്പെടുത്തിയത് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഭാരത സർക്കാരിൻ്റെ സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യയുടെ പുസ്തകത്തിൽ അതേപടി ശരിയാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ആ ചരിത്ര രഹസ്യം ഒന്ന് പരിശോധിക്കാം. 5000 വർഷങ്ങൾക്കപ്പുറം ദ്വാപരയുഗത്തിൽ ആയുർവേദ ആചാര്യനും ദേവവൈദ്യനുമായ അശ്വിനി ദേവന്മാരുടെ പുത്രൻ നകുലനാണ് ലോകമെങ്ങും സൗഖ്യം നിറയ്ക്കുക എന്ന മഹാസങ്കല്പത്തിൽ ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാനെ പ്രതിഷ്ഠിച്ചത്. വർഷങ്ങൾക്ക് ശേഷം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള പുസ്തകത്തിൽ ഈ കാര്യം ഔദ്യോഗികമായി രേഖപ്പെടുത്തിയത് ഭക്തരിൽ ഭഗവാനോടുള്ള ഭക്തി ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്നതിന് കാരണമായി. ഇവിടുത്തെ വിശേഷപ്പെട്ട ഒരു വഴിപാടാണ് തിരുവോണ ഊട്ട് എന്നുള്ളത്. ഇത് നകുലനാണ് ആരംഭിച്ചത്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും സവിശേഷമായ വഴിപാടാണ് തിരുവോണ ഊട്ട്. ദ്വാപരയുഗത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ച ശേഷം നകുലൻ ആദ്യമായി നിവേദ്യം തയ്യാറാക്കി നൽകിയത് ഒരു തിരുവോണ നാളിൽ ആയിരുന്നു അത്രേ. നിവേദ്യം നൽകി പ്രാർത്ഥിച്ച നകുലന് മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷനായി. അതുകൊണ്ട് തന്നെ തിരുവോണ നാളിൽ ഇവിടെ ഊട്ട് നടത്തി ഭഗവാനെ നമസ്കരിച്ച് പ്രാർത്ഥിച്ചാൽ അഭീഷ്ടകാര്യസിദ്ധി ഉറപ്പാണ് എന്നാണ് വിശ്വാസം. പിൽക്കാലത്ത് വടക്കങ്കൂർ രാജാവിന് സ്വപ്ന ദർശനത്തിലൂടെ ഭഗവാൻ ഈ വഴിപാടിൻ്റെ മാഹാത്മ്യം വെളിപ്പെടുത്തി. രാജാവിൻ്റെ ദുരിതങ്ങൾ അകറ്റുകയും മക്കളെ കർമ്മമണ്ഡലത്തിൽ അഗ്രഗണ്യരാക്കുകയും ചെയ്തതിലൂടെ ഭഗവാൻ തിരുവോണ ഊട്ടിൻ്റെ പ്രാധാന്യം തെളിയിച്ചു. നകുലനെയും വടക്കങ്കൂർ രാജാവിൻ്റെ മക്കളെയും അനുഗ്രഹിച്ചതുപോലെ മക്കളുടെ ദുരിതങ്ങൾ അകലുന്നതിനും അവർ ഈശ്വരാധീനമുള്ളവരായി മാറുന്നതിനും കർമ്മമണ്ഡലങ്ങളിൽ വിജയം നേടുന്നതിനും തിരുവോണ ഊട്ട് വഴിപാട് നടത്തി ഭഗവാനെ നമസ്കരിച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് വിശ്വാസം. വൃശ്ചികമാസത്തിലാണ് തിരുവോണ ഊട്ട്. ഇന്ന് തിരുവോണ ഊട്ടിൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം നവംബർ 26-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. വരും വർഷങ്ങളിലെങ്കിലും തിരുവോണ ഊട്ടുമായി ഭക്തർക്ക് ബന്ധപ്പെടാൻ അത് സഹായകരമാകും എന്ന് വിശ്വസിക്കുന്നു. നേരിട്ട് ക്ഷേത്രത്തിൽ പോയി എപ്പോഴെങ്കിലും നമുക്ക് അവിടുത്തെ ക്ഷേത്രവിശേഷങ്ങളും ദൃശ്യവിസ്മയങ്ങളും ഈ ചാനലിലൂടെ പകർത്തണം എന്നുള്ള ആഗ്രഹവുമുണ്ട്. ഭഗവാൻ അതൊക്കെ സാധിച്ചു തരും എന്നുള്ള ഉറപ്പുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം. ക്ഷേത്രത്തിൽ വഴിപാട് നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. എല്ലാവർക്കും ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ധന്വന്തരി മൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമുക്ക് വീണ്ടും ഇതുപോലുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.